എന്നിട്ടോ അത്ഭുതം കണ്ടോ? और दस्तखत करने के वक्त कलम को छिड़का, जैसा कि जब कलम पर ज्यादा स्याही आ जाती है तो उसी तरह पर चढ़ा देते हैं. പെന്നിൽ മഷി അധികമായാൽ സാധാരണ ഇങ്ങനെ ഒന്ന് കൊടയാറുണ്ടല്ലോ, എന്ന പോലെ അള്ളാഹു താല ആ ചുവന്ന മഷിക്കുപ്പിയിൽ പെന്നിങ്ങനെ കുത്തിയപ്പോ മഷി കുറച്ച് കൂടുതലായപ്പോ അള്ളാഹു താല ചടാ ആ പെന്നൊന്ന് കൊടഞ്ഞു. अल्लाह किस कदर खुदा तआला का मेरी पर फजलो करम है कि जो कुछ मैंने चाहा बिना तवक्कुफ अल्लाह ताला ने उस पर दस्तखत कर दी. അള്ളാഹു താല എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹം എന്താണ്, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയത് മുഴുവനും യാതൊരു ചിന്തയും കൂടാതെ അള്ളാഹു താല എനിക്ക് ഒപ്പുവെച്ചു തന്നല്ലോ എന്നുള്ളത് വല്ലാത്തൊരു അനുഗ്രഹം തന്നെ. എന്നിട്ടോ ഉസ് വഖ്ത് मियां अब्दुल्ला सिन्नौरी मस्जिद के हुजरे में मेरे पैर दबा रहा था. അള്ളാഹിനെ കൊണ്ട് ഞാനിങ്ങനെ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുമ്പോ ഉറക്കത്ത് ആണോ ഉണർച്ചയിലാണോ എന്തായാലും അള്ളാഹു തആലയെ കൊണ്ട് ഇങ്ങനെ ഒപ്പുവെക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ മിയാൻ അബ്ദുള്ള എന്ന ആള് എൻ്റെ റൂമിൽ ഇങ്ങനെ എൻ്റെ കാലും ഞെക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. उसके रोबरो गैब से सुर्खी के कतरे मेरे कुर्ते और उसकी टोपी पर गिरे. അള്ളാഹു താല പെണ്ണെടുത്ത് ഇങ്ങനെ കുടഞ്ഞപ്പോ അതിൽ നിന്ന് കുറെ തുള്ളികൾ എന്റെ കുപ്പായത്തിലായി. മിയാൻ അബ്ദുള്ളന്റെ തൊപ്പിയിൽ നോക്കുമ്പോ അവിടെയും മഷി തന്നെ, അള്ള കുടഞ്ഞ മഷി. എന്താണ് ചെയ്യ, ഏതായാലും കുടഞ്ഞു കിട്ടിയത് വലിയ ഗുണം തന്നെ എന്ന് വെച്ചിട്ട് ഉസ്നെ മേരാ കുർത്താ ബത്തൗറെ തബറുക് അപ്നെ പാസ് റഖ് ലിയാ ജോ അബ് തക് ഉസ്കെ പാസ് മൗജൂദ് ഹൈ. എന്താണ് പറയുന്നത്? അല്ലാഹു തആല മഷി കൊണ്ട് കുടഞ്ഞതായ ഈ കുപ്പായത്തിന്റെ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അത് കൊടുക്കാൻ എന്നോട് മിയാൻ അബ്ദുള്ള വളരെയധികം ആവശ്യപ്പെട്ട് അവസാനം ഞാനത് കൊടുത്ത് അദ്ദേഹം വളരെ ബഹുമാനത്തോടു കൂടി ഇപ്പോഴും ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കുന്നു. ഇത് ഹസ്രത്ത് അഹമ്മദ് ബ്രാക്കറ്റിൽ ആ എന്ന് പറയുന്ന ബുക്കാ, മലയാളത്തിലുള്ള ബുക്ക്. ഇതാ കുപ്പായം പ്രദർശിപ്പിക്കുന്ന ഫോട്ടോ കണ്ടോ? ഞങ്ങൾക്ക് സംശയം വേണ്ട, കുപ്പായം പ്രദർശിപ്പിക്കുക. എന്റെ ചുവട്ടിൽ എഴുതിയിരിക്കുന്നു, ചുവന്ന തുള്ളികൾ തെറിച്ച കുപ്പായം ഹസ്രത്ത് അബ്ദുള്ള സാഹിബ് സിന്നൗരി ബ്രാക്കറ്റിൽ റാ പ്രദർശിപ്പിക്കുന്നു. കണ്ടോ? ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണോ അതല്ലെങ്കിൽ കാഫിറിന്റെ വിശ്വാസമോ? മുസ്ലിം സമുദായം ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. ജാഗ്രതയിലുള്ള ഒരു ദിവ്യദർശനത്തിൽ ഞാനൊരു മനോഹരഹർമ്മ്യം കണ്ടു. അതിൽ ഒരു ആസനത്തിന്മേൽ ഒരു മഹദ്രൂപം ഉപവിഷ്ടനായിരുന്നു. അത് ദൈവം തന്നെയായിരുന്നു. ഞാൻ ഒരു വലിയ സിംഹാസനത്തിൽ ഒരു രൂപം കണ്ടു. നോക്കുമ്പോൾ ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. ആ ദൈവിക കൊട്ടാരത്തിലെ സുമിരീതനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഉള്ളവനെന്ന് എനിക്ക് തോന്നി. ആ കൊട്ടാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവന് വഴി കൊടുക്കണ അല്ല, നമ്മളെ അല്ലാന്ന് പറച്ചില്ലേ? ഇവൻ പറയുന്നത് അല്ലാഹു തആല ബാർ ബാർ വഹീദേത്തെ എല്ലാ സമയത്തും വഹി ഇങ്ങനെ തന്നുകൊണ്ട് ഇനിയും വരുന്നുണ്ട്. മഴ വർഷിക്കും പോലെ വഹി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവന് വഹി കൊടുക്കുന്ന അല്ല, നമ്മളെ അല്ല. തീർച്ചല്ലേ? മുസ്ലിമീങ്ങൾ അല്ലയാണോ ഇത്? അല്ല. മുസ്ലിമീങ്ങൾ അല്ല. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. സൃഷ്ടികളോട് എല്ലാവിധത്തിലും വ്യത്യാസപ്പെട്ടവനാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിനോട് തുല്യമായ മറ്റൊന്നില്ല. ലൈസ ലഹു മകാൻ. അല്ലാഹുവിന് സ്ഥലം ഇല്ല. വലൈസ ലഹു സമാൻ. അല്ലാഹുവിന് പ്രത്യേക കാലമില്ല. വലൈസ ലഹു ജിഹത്തുൻ. അല്ലാഹു തആലക്ക് ഭാഗമില്ല. വലൈസ ലഹു സൂറത്തുൻ. അല്ലാഹുവിന് രൂപമില്ല.
വലൈസ ലഹു ലൗനുൻ, അല്ലാഹുവിന് നിറമില്ല, അല്ലാഹുവിന് ദേശകാല വ്യത്യാസമില്ല, അല്ലാഹുവിന് രൂപമില്ല. അല്ലാഹു തആല കണ്ണ് കൂടാതെ കാണുന്നവൻ, കാത് കൂടാതെ കേൾക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളോടും എല്ലാ വിധേനയും വ്യത്യാസപ്പെട്ടവനാണ് എന്നാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. ഇവൻ പറയുന്നു, ഞാനിങ്ങനെ സിംഹാസനത്തിൽ ഒരു രൂപം കണ്ടു, ആ രൂപം ദൈവം തന്നെയാണ്. എന്നിട്ട് പറയുന്നു, എന്നോടും അതിൽ ഇരിക്കാൻ പറഞ്ഞു, എന്നോട് ആ ആസനത്തിൽ ഉപവിഷ്ടനായിരിക്കാൻ സർവശക്തൻ ആജ്ഞാപിച്ചു. പിന്നീട് ചുവന്നൊരു മഷിപ്പാത്രത്തിൽ ദൈവം അവന്റെ പേനമുക്കി ഒന്നൽപ്പം കുടഞ്ഞ ശേഷം ആ കടലാസുകളിൽ ഒപ്പുവെച്ചു. നിങ്ങളിപ്പോൾ കണ്ട ചുവന്ന തുള്ളികൾ ദൈവം പേന കുടഞ്ഞപ്പോൾ അതിൽ നിന്ന് തെറിച്ചതത്രേ. കണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇങ്ങനെ എന്തെല്ലാമാണ് വഹി ഖുർആൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വഹി ഖുർആനിനോട് തുല്യമാണ്, എന്റെ വാക്ക് സത്യമാണ്, ഞാൻ നബിയാണ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഇത് മുസ്ലിം സമുദായത്തിന്റെ അല്ലാഹു അല്ല, മുസ്ലിം സമുദായത്തിന്റെ നബി അല്ല, ഇത് പിശാചിന്റെ നബിയും പിശാചിന്റെ ദൈവവും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെല്ലാം വഹിയാണ് ഇപ്പൊ പറഞ്ഞാലൊന്നും തീരൂല. ഇവൻ കള്ളത്തരങ്ങനെ കെട്ടിയുണ്ടാക്കാൻ ധാരാളം വഹികൾ പറയാമല്ലോ. മൈ അംഗ്രേസി സെ ബിൽക്കുൽ ബേബഹറ ഹൂ, ഞാൻ ഇംഗ്ലീഷുമായി വളരെ അകന്നിട്ടുള്ള ആളാണ്, എനിക്കത്ര ഇംഗ്ലീഷ് പരിചയമല്ല. ताहम खुदा ताला ने बाज पेशगोइयों को बतौर मोहब्बत अंग्रेज में भी मेरे पर जाहिर फरमाया. അങ്ങനെയാണെങ്കിലും അല്ലാഹു തആല ഓശാരമായിട്ട് ചില വഹി എനിക്ക് ഇംഗ്ലീഷിലും തന്നു എന്നാ പറയുന്നത്. ആ വഹി ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഐ ലവ് യു. ആദ്യത്തെ വഹിയ. ഐ ലവ് യു. ഇംഗ്ലീഷ് തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ലേ, ഇവൻ പറഞ്ഞതാണ്. ഐ ലവ് യു, ഐ ആം വിത്ത് യു. ഞാൻ നിന്റെ ലവ് ആണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അള്ളയായിട്ട് വിവാഹം നടക്കുമെന്നുള്ളത് പടച്ചോനറിയാം. ഐ ആം വിത്ത് യു. Yes, I am happy. Life of pain. I shall help you. I can what I will do. ഇതൊക്കെ ഇവന് അള്ളാഹ് കൊടുക്കുന്ന വഹിയ. വെറുതെ സമയം പോക്കണ്ട. അവസാനം നിന്റെ കൂടെ ഞാനുണ്ട്, നിന്നോട് എതിർക്കുന്നവരെ കൊല്ലാൻ സൈന്യങ്ങളും പട്ടാളങ്ങളുമായി ഞാനിതാ വരുന്നു എന്ന് തുടങ്ങി അല്ലാഹു തആല വഹി അറിയിച്ചു. ഇംഗ്ലീഷിൽ വഹി. എന്തൊക്കെയാ വഹി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ ഇവൻ മാറ്റിമറിച്ചു, പ്രവാചകനെ ഇവൻ മാറ്റിമറിച്ചു, കഅബം മാറ്റിമറിക്കുന്നു, ജന്നത്തുൽ ബഖീഅ് മാറ്റിമറിക്കുന്നു. കഅബത്തിന് പകരം അവൻ ഇവിടെ കഅബമുണ്ടാക്കി. എന്താണ് കഅബ? നിങ്ങൾ നോക്ക്. जमीन कादियान अब मुहतरम है, हुजूम खल्क से अर्ल हरम है. എന്താ? കാദിയാൻ എന്ന് പറയുന്ന ഭൂമി ഇന്ന് വളരെ പരിശുദ്ധമായ ഭൂമിയാണ്, അല്ലാഹുവിന്റെ ഭൂമികളിൽ വെച്ച് ഹറമായ ഭൂമിയാണ്. ഹറം ഖുർആൻ ശരീഫ് में 3 शहरों का जिक्र है. ഖുർആനിൽ 3 രാജ്യത്തിന്റെ പേര് മാത്രമാണ് അല്ലാഹു പറഞ്ഞത്.
यानी മക്ക മദീന ഔർ ഖാദിയാൻ. മക്കത്തിന്റെ പേരും മദീനത്തിന്റെ പേരും ഖാദിയാനിന്റെ പേരും. ഇത് ഫൈസല എന്ന് പറയുന്ന അവരുടെ പുസ്തകമാണ്. എങ്ങനെയാണ് ഖാദിയാൻ പറഞ്ഞത് എന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഖുർആനിൽ നമ്മളൊന്ന് ഖുർആനിലില്ലല്ലോ. നമ്മളൊന്ന് ഖുർആനിൽ ഖാദിയാനുണ്ടോ? ഇല്ല. അപ്പൊ അതിന് സാധുക്കളായ ജനങ്ങൾ പറ്റിക്കാൻ വേണ്ടി ഇവരൊരു ഖുർആൻ ഇങ്ങോട്ട് ഉണ്ടാക്കുക. ഖുർആനിന്റെ കുറച്ച് കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് മുജാഹിദുല്ലദീന തബഉക ഫൗകല്ലദീന കഫറു ഇലാ യൗമിൽ ഖിയാമ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി ലാ മുബദ്ദില ലികലിമാത്തില്ലാഹി ഇന്നാ അൻസൽനാഹു ഖരീബൻ മിനൽ ഖാദിയാൻ. ഇതാ ഇസാലത്തെ ഔഹാം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 193 പേജിൽ കണ്ടോ. അപ്പൊ മക്കയും മദീനവും ഖാദിയാണ്. ഈ 3 രാജ്യം മാത്രമാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഖാദിയാൻ എന്ന് പറയുന്നത് ഹറം ആകുന്നു. ഹറം എന്ന് പറഞ്ഞാൽ മക്ക മദീന 2 ഹറമാണ് മുസ്ലിം ലോകത്തിലുള്ളത്. ഇവൻ പറയുന്നു മുസൽമാനോ को बताया है कि जब तुम हज के लिए निकले तो यही बातें याद रखो. ये മുസ്ലിം സമൂഹമേ, നിങ്ങൾ ഹജ്ജിന് പോകുന്നുവെങ്കിൽ ഈ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. എന്താണ്? ആ ജലസ കാ പഹ്ലാ ദിൻ ഹേ. ഇന്ന് പഞ്ചാബിലെ സമ്മേളനത്തിന്റെ 1ാമത്തെ ദിവസമാണ്. ഔർ ഹമാരാ ജലസ ബി ഹജ്ജ് കി തറഹ് ഹേ. പഞ്ചാബിലെ സമ്മേളനവും ഹജ്ജ് പോലെ തന്നെയാകുന്നു. തീർന്നിട്ടില്ല. हज खुदा ताला ने मुसलमानों की तरक्की के लिए मुकर्रर किया था. ഹജ്ജ് അല്ലാഹു തആല മനുഷ്യരുടെ പുരോഗതിക്ക് വേണ്ടി നിശ്ചയിച്ചതാണ്. आज अहमदियों के लिए दीनी लिहाज से हज मुफीद हो मगर उससे जो असल गर्ज यानी कौम की तरक्की थी वो उन्हें हासिल नहीं हो सकती. ഹജ്ജ് ഇസ്ലാം മതത്തിലൊന്നുണ്ടെങ്കിലും ആ ഹജ്ജ് കൊണ്ടുള്ള ഉദ്ദേശം ഒരിക്കലും മക്കത്ത് പോകുന്നത് കൊണ്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ക്യോങ്കി ഹജ്ജ് കാ മഖാം ഉനേ ലോഗോं के कब्जे में है. ഹജ്ജിന്റെ സ്ഥാനം അവരുടെ കയ്യിലാണ്. ആരെ? ഹജ്ജിന് പോകുന്ന സ്ഥലം അവരുടെ കയ്യിലാണ്. ആരുടെ കയ്യിൽ? ജോ അഹ്മദിയോംകു ഖത്ൽ കർ ദേനാ ബി ജായിസ് സമജ്തേ ഹൈ. ഖാദിയാനികളെ കൊല്ലണം എന്ന് പറയുന്ന സൗദികളുടെ കയ്യിലാണ്. ഖാദിയാനികളെ കൊല്ലണം എന്ന് പറയുന്ന സൗദികളുടെ കയ്യിലാണ്. ഞാനിവിടെ ഖാദിയാനിനെ കൊല്ലാൻ ആഹ്വാനം ചെയ്തതല്ല. കേസറ്റ് പിടിച്ചിട്ട് പകുതി മുറിച്ചെടുക്കണ്ട. പക്ഷേ ഖാദിയാനികൾ കൊല്ലപ്പെടാൻ അർഹതയുള്ളവരാണെന്ന് സൗദിയിലെ പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞിരിക്കുന്നു എന്ന് ഖാദിയാനികളുടെ ഗ്രന്ഥമായ ബറക്കാത്തെ ഖിലാഫ എന്ന ഗ്രന്ഥത്തിന്റെ 5ാമത്തെ പേജിൽ പറഞ്ഞതാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇസ്ലിയെ എന്ന് പറയുന്നത് കേട്ടോ. ഇസ്ലിയെ ഖുദാ തആലാ ने ഖാദിയാൻ को इस काम के लिए मुकर्रर किया है. അതുകൊണ്ട് ഖാദിയാൻ എന്ന് പറയുന്ന രാജ്യത്തെ അല്ലാഹു തആല ഹജ്ജിന് വേണ്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. മുസ്ലിം സമുദായമേ, നിങ്ങൾ ചിന്തിക്കണം. കളിയല്ല, തമാശയല്ല. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീലാ. കാബത്തിൽ പോയി ഹജ്ജ് ചെയ്യണമെന്ന് മുസ്ലിം ലോകത്തിന് തർക്കമില്ലെന്നല്ല, ഇവിടുത്തെ ഹിന്ദുക്കളും അഖില ലോകം മുഴുവനും സമ്മതിക്കുന്നു. മുസ്ലിമീങ്ങൾ ഹജ്ജ് കാബത്തിലാണെന്ന്. ഇവൻ പറയുന്നു ഇസ്ലിയെ ഖുദാ തആലാനെ, ഇതുകൊണ്ട് അല്ലാഹു തആല ഖാദിയാൻ കോ ഇസ് കാം കേ ലിയേ മുഖറർ കിയാ ഹേ. ഹജ്ജിന് വേണ്ടി ഖാദിയാൻ എന്ന് പറയുന്ന സ്ഥലത്തെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. हमारे आदमियों से जिनको खुदा ताला तौफीक देता है हज करते हैं, मगर वो फायदा जो हज से मकसूद है वो सालाना जलसा पर आकर बैठे.
അതുകൊണ്ട് ആർക്കെങ്കിലും ഹജ്ജിനുള്ള തൗഫീക്ക് തരുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ മക്കത്തേക്ക് പോകേണ്ടതില്ല. നേരെ മറിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കുക. ഇവൻ പറയുന്നു നിങ്ങൾ എവിടെ പോകണം? ഖാദിയാനിൽ വന്നുകൊണ്ട് കൊല്ലത്തിലുണ്ടാകുന്ന മീറ്റിംഗിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടി. ഖാദിയാൻ എന്ന് പറയുന്ന രാജ്യം അത് കാബം പോലെയാണ് എന്ന് ഇവൻ വ്യക്തമായി അവന്റെ ബറക്കാത്തെ ഖിലാഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. നോക്ക്, ബ്രിട്ടീഷുകാരുടെ ഏജന്റല്ലേ ഇവൻ. ആദ്യം നബിയായി, ആ നബിയായതിന് ശേഷം കഅബ ശരീഫിനെ തള്ളിപ്പറഞ്ഞു, അത് ഖാദിയാനാക്കി. ഇനി മുസ്ലിമീങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്ന രണ്ട് ഖബർസ്ഥാനുണ്ട്. ഒന്ന് മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖീഅ. ഇവിടെ ആർക്കും തർക്കമില്ല. ഇന്നത്തെ സുന്നികളല്ലാത്ത മറ്റ് പുത്തൻ പ്രസ്ഥാനക്കാർക്ക് പോലും ജന്നത്തുൽ ബഖീഅ ശ്രേഷ്ഠതയുള്ളതാണെന്നതിൽ തർക്കമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇസ്തതാഅ അൻ യമൂത ഫിൽ മദീനത്തി ഫൽയമൂത്. ആർക്കെങ്കിലും മദീന മുനവ്വറയിൽ മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അവിടെ വെച്ച് മരിക്കാൻ അവൻ ആഗ്രഹിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ട്? ഫഇന്നഹു മമ്മാത ഫിൽ മദീനത്തി വദുഫിന ബിൽ ബഖീ. മദീനയിൽ ഒരു മോമിനായ മനുഷ്യൻ മരിക്കുകയും ജന്നത്തുൽ ബഖീൽ അവൻ മറവ് ചെയ്യപ്പെടുകയുമാണെങ്കിൽ ശഫാഅത്തു ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ അവന് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ലോകം ബഹുമാനിക്കുന്ന ഒരു ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീഅ്. അതുപോലെ മക്കയിലുള്ള ജന്നത്തുൽ മുഅല്ല. അതിന് ഇവൻ എന്ത് ചെയ്യുന്നു? ആ ഖബർസ്ഥാനിന് പകരം ഒരു ഖബർസ്ഥാൻ ഇങ്ങോട്ടുണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് അവൻ പറയുന്നത്, और चूंकि उस कब्रस्तान के लिए बड़े भारी बिशारते मुझे मिली. ഞാനിപ്പോൾ ഒരു ഖബർസ്ഥാൻ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് വലിയ വലിയ സന്തോഷ വാർത്തകൾ അല്ലാഹു തആലയിൽ നിന്ന് എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. और न सिर्फ खुदा ने ये फरमाया कि ये मकबरा बहिश्ती है, ഇതൊരു നല്ല മക്ബറയാണ്, വളരെ പ്രധാനപ്പെട്ട മക്ബറയാണ് എന്ന് അല്ലാഹു പറയുക മാത്രമല്ല ചെയ്തത്, പിന്നെ ये भी फरमाया कि അല്ലാഹു തആല ഇതുകൂടി പറഞ്ഞു. എന്താ വഹിയറിയിച്ചത്? ഉൻസില ഫീഹാ കുല്ലു റഹ്മ. നീ ഇപ്പോൾ നിശ്ചയിച്ച ഈ ഖബർസ്ഥാനിൽ അല്ലാഹുവിന്റെ എല്ലാ റഹ്മത്തുകളും ഇറക്കപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് വഹിയും കൂടി ഉണ്ടായി. इसलिए खुदा ने मेरा दिल अपनी वही खफी से इस तरफ माइल किया कि ऐसे कब्रस्थान के लिए ऐसे शराइत लगा दे जाए. അല്ലാഹു തആല ഈ ഖബർസ്ഥാനിന് വലിയ സ്ഥാനം തന്നു എന്ന് വഹിയറിയിച്ച് വലിയ മഹത്വം നൽകിയപ്പോൾ ഇനി ഇവിടെ എല്ലാവരെയും കുഴിച്ചിടാൻ പറ്റില്ല, അതിന് കുറച്ച് നിബന്ധനകൾ വെക്കണം എന്ന് എന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചു തന്നു. ഒന്നാമത്തെ നിബന്ധന എന്താണ്? പണം തരണം. ഈ ഖബർസ്ഥാനിൽ മറവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കാശ് തരണം. വെറുതെ മറവ് ചെയ്യാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, പാപങ്ങൾ ഖാദിയാനി പാപങ്ങൾ കൊണ്ടുപോയി കൊടുത്തു, ലക്ഷോപിലക്ഷം ഉറുപ്പിക അതുകൊണ്ട് സമ്പാദിച്ചു, ഒരു ഖബർസ്ഥാൻ ഉണ്ടാക്കി. കാരണം ഈ ഖാദിയാനികളെ പോലത്തെ പാപങ്ങൾ ദുനിയാവിലില്ലല്ലോ, അതില്ല.
വലിയ അഡ്വക്കറ്റ് ഉണ്ട്, വലിയ എഞ്ചിനീയർ ഉണ്ട്, വലിയ അഭ്യസ്തവിദ്യരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അഭ്യസ്തവിദ്യരും അഡ്വക്കറ്റും എഞ്ചിനീയറും ഏത് വലിയ അഭ്യസ്തവിദ്യരായാലും അവർ ബുദ്ധിഹീനരാണ്, ബുദ്ധിയില്ലാത്തവരാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും മുഴുവനും തെളിയിക്കുന്ന തെളിവിനെതിരായി യാതൊരു രേഖയുമില്ലാതെ ഈ നിലക്കുള്ള ഭ്രാന്തന്റെ പിന്നാലെ ഓടുന്നവൻ, ഇവനേക്കാൾ പാപിയായ മനുഷ്യൻ വേറെ ആരാണുള്ളത്? ആ പാപികൾ ഇത് കേട്ടപ്പോൾ കുറെ കാശ് അവിടെ കൊണ്ടുപോയി കൊടുത്ത്, ഖബർസ്ഥാനിൽ ഒരു ഖബറിന് സ്ഥലം എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് കുറെ കാശ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ നിരവധി നിബന്ധനകൾ വെച്ച് കാശ് വാങ്ങി ആ ഖബർസ്ഥാൻ അവൻ സ്ഥാപിച്ചു. ഇനി എന്താണ് ഇവിടെയുള്ളത്? യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് കഞ്ഞി ഭ്രാന്ത് എന്നും പറഞ്ഞുകൂടാ. ഒരു എന്തോ ഒരു സാധനം ഭൗതിക സുഖത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ. മുഴുജിതത്ത് ധാരാളമുണ്ട് എന്നാണ് ഇവൻ വാദം. അവൻ പറയുന്നതൊക്കെ നടക്കും. മുഴുജിതത്ത് ധാരാളമുണ്ട് എന്നാണ് അവന്റെ വാദം. എന്നാൽ ഒരു മുഴുജിതത്ത് കണ്ടോ നിങ്ങൾ? എന്താണ് ഈ ചെറുപ്പക്കാരെ മുമ്പിൽ എനിക്ക് പറയാൻ ലജ്ജയുണ്ട്. എന്നാലും ഖാദിയാനികളുടെ നബിന്റെ ഒരു അവസ്ഥ പറയാണ്. ഇത് അവരുടെ ഗ്രന്ഥമാണ്. ഇസാലെ ഔഹാം 305 പേജിൽ പറയുന്നു, അഹമ്മദ് ബേഗ് വലദ് മീർസ गामान बेग पेशापुरी की दख्तर कनाल अंजाम कार तुम्हारे निकाह में आएगी. എന്താ? അള്ളാഹ് ഒരു വഹി ഇങ്ങോട്ട് കൊടുത്തു, അഹമ്മദ് ബേഗിന്റെ മകള് നിന്റെ ഭാര്യയായിത്തീരും. അങ്ങനെ അഹമ്മദ് ബേഗ് എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ മകളെ അള്ളാഹു തആല എനിക്ക് കെട്ടിച്ചു തരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നിന്റെ മകൾ എന്റെ ഭാര്യയായി തീരുമെന്ന് അള്ളാഹു തആല വഹി അറിയിച്ചിട്ടുണ്ട്. മലയാളം വഹി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വഹി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കുമല്ലോ നിക്കാഹ്. അങ്ങനെ ഇവൻ കുറെ കത്തെഴുതി. എത്ര കത്താ എഴുതിയത്? ഇപ്പൊ നേരം വെളുക്കുന്നത് വരെ വായിച്ചാൽ തീരൂല. അഹമ്മദ് ബേഗിനോട് പറഞ്ഞു, നിന്റെ മകളെ എനിക്ക് നീ കെട്ടിച്ചു തരുന്ന പക്ഷം എന്റെ സ്വത്തുക്കളിൽ നിന്ന് പകുതിയിലധികം ഞാൻ നിന്റെ മകൾക്ക് കൊടുക്കുന്നതാണ്. ഒരിക്കൽ പറഞ്ഞു. വേറെ ഒന്ന് പറഞ്ഞു, എന്റെ മകൻ നിങ്ങളുടെ മകളെ കെട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തരുന്നില്ലെങ്കിൽ എന്റെ മകനെ കൊണ്ട് നിന്റെ മകളെ ഞാൻ തലാഖ് ചൊല്ലിപ്പിച്ചു കളയും. നിന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തിറങ്ങും. നീ എനിക്ക് കെട്ടിച്ചു തരുന്ന പക്ഷം എല്ലാ ഗുണങ്ങളും എനിക്ക് തരും എന്നൊക്കെ പറഞ്ഞപ്പോ അഹമ്മദ് ബേഗ് പറയുന്ന എന്താണെന്നറിയോ? നീയും ഞാനുമായിട്ടുള്ള ലോകം പരിചയമൊക്കെ കണക്കന്നെ, പക്ഷേ എന്റെ മകൾക്ക് 14 വയസ്സായ ഒരു ചെറുപ്പക്കാരിയാ. നീ ആണെങ്കിൽ ഇപ്പൊ 60 വയസ്സായി. അതിന് പുറമെ ഒരു ദിവസം 100 പ്രാവശ്യം പാത്തുകയും ചെയ്യും, മൂത്രിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ നിലയ്ക്ക് എന്റെ മകളെ കെട്ടിച്ചേരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിച്ചേരുന്ന പ്രശ്നമില്ല, അത് വേറെ ലോകം, മറ്റു പരിചയമൊക്കെ ശരി തന്നെ എന്ന് പറഞ്ഞു. 100 പ്രാവശ്യം പാത്തുന്ന മനുഷ്യന്റെ അടുത്ത് എങ്ങനെയായി മകളെ കൊടുക്കുക? 14 വയസ്സുള്ള ഈ മകളെ കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ തരൂല എന്ന് പറഞ്ഞു. അള്ളാഹ് അപ്പൊ ഭീഷണിപ്പെടുത്തി, നല്ല ഓർമ്മ വെച്ചോ, അള്ളാഹ് എനിക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നിന്നെ അള്ളാഹു തആല ശിക്ഷിക്കും. എനിക്ക് അള്ളാഹു തആല വഹി അറിയിച്ചിട്ടുണ്ട്. ഫലാ തകും മിനൽ മുംതരീൻ, നീ സംശയിക്കുക വേണ്ട അഹമ്മദേ, നിനക്ക് തീർച്ചയായും ആ പെണ്ണ് കിട്ടുക തന്നെ ചെയ്യും.
അങ്ങനെ ഇയാളിതൊന്നും വില വെക്കാതെ മകളെ വേറെ ആൾക്ക് കെട്ടിക്കാൻ നിശ്ചയിച്ചു. 3 ദിവസം മാത്രമുള്ളപ്പോൾ ഇയാൾക്ക് പരിഭ്രമം തുടങ്ങി. അങ്ങനെ അഹമ്മദ് ബേഗിനെ വിളിച്ചിട്ട് പറയുന്നു, എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം, നീ ജനങ്ങളെടുക്കൽ എന്നെ വഷളാക്കരുത്. നിന്റെ മകളെ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നുണ്ടായിട്ടല്ല, പക്ഷേ അന്ന് അങ്ങനെ കെട്ടിച്ചു തന്നാൽ പിന്നെ കെട്ടാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നീ അത് തരിക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതൊന്നും ഭയപ്പെടാതെ ഈ മനുഷ്യൻ വേറെ ആളെ കൊണ്ട് കെട്ടിച്ചു. അപ്പൊ ശത്രുക്കളൊക്കെ എവിടെ പോയി, നീ നബിയാണല്ലോ, വലിയ മുഴുജിതത്ത് പറഞ്ഞ്, തീർച്ചയായും അഹമ്മദ് ബേഗിന്റെ മകൾ എന്റെ ഭാര്യയാകും, അള്ള അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്, വേറെ ആള് കെട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോ ഇവൻ പറയുന്ന എന്താണെന്നറിയോ, നിങ്ങൾക്കതൊന്നും മനസ്സിലായിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ എന്താണെന്നറിയോ, ബാക്കിറാഹോനേക്ക് ഹാലത്ത് യാ ബേവാ കർക്കേ, അന്ന് കെട്ടിച്ചേരും പറഞ്ഞത് ആരും കെട്ടാതെ ബിക്രായിട്ടോ അല്ലെങ്കിൽ വേറൊട്ടം കെട്ടിയിട്ട് തൊണ്ടായതിന്റെ ശേഷമോ എപ്പോഴായാലും തരക്കേടില്ല എന്നാ അള്ള പറഞ്ഞത് പറഞ്ഞു. കെട്ടിപ്പോയില്ലേ? അപ്പൊ ബേവാക്കർക്ക് ഏത് വേറെ ആൾ കെട്ടിയിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടായാലും വിരോധമല്ല, എനിക്ക് കെട്ടിച്ചേരൂന്നാണ് അള്ള പറഞ്ഞത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നാൽ ഞാൻ ചുരുക്കി പറയുന്നു, ഈ ഭീഷണിയൊക്കെ നടത്തിയെന്നല്ലാതെ മരണം വരെ തീർച്ചയായും ഒരു കാലഘട്ടത്തിലും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നിരക്കും ആ മനുഷ്യൻ അപ്പെണ്ണ് കെട്ടിയില്ല, കെട്ടിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, കെട്ടിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അഹമ്മദ് ബേഗിന് യാതൊരു വേദനയും ഉണ്ടായില്ല, ഒരു രോഗവും ഉണ്ടായില്ല, ഒരു വിഷമവും ഉണ്ടായില്ല. പിന്നെ എന്തിനാണ് ഇവർ പറഞ്ഞു നോക്കിയത്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സയ്യിദ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത പെണ്ണ്, ആ പെണ്ണിനെ സയ്യിദ് തലാഖ് ചെല്ലും. അങ്ങനെ തലാഖ് ചെല്ലിയതിന് ശേഷം നബിയെ, ആ പെണ്ണ് ലോകത്ത് മറ്റൊരാൾക്കും പറ്റാത്ത പെണ്ണാണ് എന്ന് പറഞ്ഞാൽ അത്രയും വളരെയധികം മഹത്വമുള്ള അങ്ങേയറ്റത്തെ പരിശുദ്ധിയുള്ള പെണ്ണാണ്. ആ പെണ്ണിനെ അല്ലാഹു തആല തങ്ങൾക്ക് തന്നെ നിശ്ചയിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് സവ്വജിനാകഹാ, തങ്ങൾക്ക് നമ്മൾ കെട്ടിച്ചു തന്നു നബിയേ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു. ആ കൊടുത്തതിനോട് തുല്യമായി ഞാനും അങ്ങനെ തന്നെ വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ പെണ്ണിനെ കെട്ടാൻ അവൻ മുഅ്ജിസത്തായ നിലക്ക് തീർച്ചയായും കെട്ടുക തന്നെ ചെയ്യും, അല്ലാഹ് എനിക്ക് കെട്ടിച്ചു തരാൻ നിശ്ചയിച്ചിട്ടുണ്ട്, വഹി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഈ മനുഷ്യന് ഇന്ന് വരെയും നിങ്ങൾ മനസ്സിലാക്കണം, ആ പെണ്ണ് കെട്ടിച്ചു കൊടുത്തതായി അവരുടെ ഒരു ഗ്രന്ഥത്തിലും അവരെഴുതിയിട്ടില്ല. നമ്മുടെ ഗ്രന്ഥമല്ല, അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ അവരെഴുതിയിട്ടില്ല. വെറും ഒരു പ്രേമിയായ മനുഷ്യൻ എന്നല്ലാതെ ഇതൊരു പ്രവാചകന്റെ അടയാളം ആണോ? എന്തെല്ലാമാണ് ഇവൻ കൃത്രിമരേഖയുണ്ടാക്കിയത്, കൃത്രിമങ്ങൾ ഉണ്ടാക്കിയത്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവൻ എന്താണ് ഉണ്ടാക്കിയത് നിങ്ങൾ മനസ്സിലാക്കണം. ഈസാ നബി ഇറങ്ങി വരുമെന്ന് ലോക മുസ്ലിമുകൾ അംഗീകരിച്ചതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. യൻസിലു ഫീകും ഇബ്നു മറിയമ ഹകമൻ മുഖ്സിതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം നിങ്ങളിൽ ഇറങ്ങി വരും ഹകമൻ മുഖ്സിതൻ, നീതി പാലിക്കുന്ന വളരെയധികം നീതി ചെയ്യുന്ന ഭരണകർത്താവായ നിലക്ക് ഈസാ നബി നിങ്ങളിൽ ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഇത് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തീർച്ചയായും രേഖപ്പെട്ട് കിടക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഇൻ മിൻ ശൈഇൻ ഇല്ല മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുമിനന്ന ബിഹി ഖബ്ല മൗതിഹി വയൗമൽ ഖിയാമത്തി യകൂനു അലൈഹിം ഷഹീദാ.
എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ റിവായത്ത് ചെയ്യുന്നു. ഇത് നോവലല്ല, കെട്ടുകഥയല്ല. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ നഫ്സ് അല്ലാഹുവിന്റെ ഉടമയിലാണ്, അങ്ങനത്തെ അല്ലാഹുവിനെ തന്നെ സത്യം, ലയൂശിക്കന്ന അൻ യൻസില ഫീകും ഇബ്നു മറിയം ഹഖമൻ അദ്ല, ഇബ്നു മറിയം ഈസ നബി അലൈഹിസ്സലാം ഹാക്കിമായി ആദിലായി നിങ്ങളിൽ ഇറങ്ങി വരും. ഫയക്സിറു സലീബ, എന്നിട്ട് ക്രിസ്ത്യാനികളുടെ കള്ളത്തരമാണ് കുരിശ്. ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ നാട്ടി എന്ന് പറയുന്ന ഈ കള്ളത്തരം, അത് നശിപ്പിക്കുന്നതിന് വേണ്ടി ആ കുരിശിനെ ലോകത്ത് നിന്ന് നശിപ്പിക്കും. വയഖ്തുലുൽ ഖിൻസീറ, അതുപോലെ ക്രിസ്ത്യാനികൾ പന്നിയെ ഭക്ഷിക്കുന്നുണ്ട്. ആ